ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ നമ്മൾ 2023 പ്ലാൻ ചെയ്യാൻ പോകുന്നത്? എങ്ങനെ 2023 എഫിഷ്യൻ്റായി നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും? ആദ്യത്തെ പോയിന്റ്, നമ്മൾ യൂട്യൂബ് ക്രിയേഷന് വേണ്ടി എത്ര സമയമാണ് മാറ്റിവെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഫിക്സ് ചെയ്യുക. ഇങ്ങനെ ഫിക്സ് ചെയ്യുക മാത്രമല്ല, അതിനായി അത്ര സമയം നമ്മൾ ചിലവഴിക്കുകയും ചെയ്യുക. കൺസിസ്റ്റന്റ് ആയി ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് വളരാൻ സഹായിക്കും. അതിനാൽ തന്നെ ഇത് വളരെയധികം ഇൻട്രസ്റ്റോട് കൂടി തന്നെ എടുക്കുക. രണ്ടാമത്തെ പോയിന്റ് വീഡിയോ ഐഡിയാസ് ആണ്. എന്ത് വീഡിയോ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്? ഇത് ആകർഷകമാക്കാൻ എന്തെല്ലാം നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം, ഏതെല്ലാം പോയിന്റ്സ് നമുക്ക് ആ വീഡിയോയിൽ ഉൾപ്പെടുത്താം, ഇതെല്ലാം മനസ്സിലാക്കി ഒരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ ഏതെല്ലാം പോയിന്റ്സ് ആണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്, ഇത്തരത്തിലെല്ലാം പ്ലാൻ ചെയ്യുന്നത് നിങ്ങളുടെ വീഡിയോ കൂടുതൽ നന്നാക്കാൻ സഹായിക്കും. മൂന്നാമതായി, വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്ക്രിപ്റ്റ് എല്ലാം റെഡിയായി കഴിഞ്ഞു, ഇനി നമ്മൾക്ക് ഇത് നന്നായി അവതരിപ്പിക്കുന്നതിന് റിഹേഴ്സൽ എല്ലാം ചെയ്യാം. ഇങ്ങനെ റിഹേഴ്സൽ നടത്തുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ കൂടുതൽ എറർ ഒന്നും വരാതെ വീഡിയോ വളരെ മനോഹരമാക്കാൻ സാധിക്കും. അടുത്ത പോയിന്റ്, നമ്മുടെ വീഡിയോ ട്രിമ്മായും സിമ്പിളായും വയ്ക്കുക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഐഡിയാസ് എല്ലാം നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ആവശ്യമില്ലാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യാതിരിക്കുക. ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാതെ ടൈം വേസ്റ്റ് ചെയ്യുന്നതെല്ലാം ഒഴിവാക്കാൻ സാധിക്കും. അടുത്ത ഒരു കാര്യം, വീഡിയോ ക്ലബ് ചെയ്യുക എന്നതാണ്. വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യുന്നതിന് പകരം 2 വീഡിയോ എല്ലാം ഒരേ സമയത്ത് റെക്കോർഡ് ചെയ്തു വയ്ക്കുക. ഇത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി എല്ലാം വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം സഹായകമായ ഒരു ടിപ്പാണ്. നിങ്ങൾക്ക് ഒരു വീഡിയോ റെക്കോർഡ് കഴിഞ്ഞ് രണ്ടാമത്തെ വീഡിയോയിലേക്ക് പോകുമ്പോൾ അപ്പിയറൻസിൽ വേണമെങ്കിൽ മാറ്റം വരുത്താം. അതായത് ഷർട്ട് അല്ലെങ്കിൽ കോസ്റ്റ്യൂം എല്ലാം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഇത്തരത്തിൽ ക്ലബ് ചെയ്ത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങളുടെ ടാസ്ക് ഈസിയാക്കാൻ സഹായിക്കും. ഇതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ടൈം എല്ലാം സേവ് ചെയ്യാനും സാധിക്കും. അതിനാൽ തന്നെ ഇത്തരത്തിൽ ചെയ്തു നോക്കുക. മറ്റൊരു കാര്യം തംബ്നെയിലിന്റെ കാര്യത്തിലാണ്. തംബ്നെയിലിന് വേണ്ട ഫോട്ടോസ് എല്ലാം നിങ്ങൾക്ക് ഒരു ദിവസം ഫോട്ടോഷൂട്ട് നടത്തിയെടുക്കാം. അതായത് നിങ്ങൾ കുറെ മാസങ്ങളിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് വേണ്ട തംബ്നെയിൽസിന് വേണ്ട ഫോട്ടോസ് എല്ലാം നിങ്ങൾക്ക് ഒരു ദിവസം ഷൂട്ട് ചെയ്ത് വയ്ക്കാം. നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അപ്പോഴെല്ലാം തംബ്നെയിൽ പിക്ചർ എടുക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ടൈം ഒരുപാട് വേസ്റ്റ് ആക്കുന്നുണ്ട്. അതിനാൽ തന്നെ ബൾക്കായി നിങ്ങൾക്ക് തംബ്നെയിലിന് വേണ്ട പിക്ചേഴ്സ് എല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് വയ്ക്കാം. അടുത്ത ഒരു കാര്യം, നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള ഡെഡ് ലൈൻ സെറ്റ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾ ആഴ്ചയിൽ എത്ര ദിവസമെല്ലാമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, ഇത് ഏതെല്ലാം ദിവസത്തിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, ഇതെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുക. നമ്മൾ പ്ലാനിംഗ് ഒന്നുമില്ലാതെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനേക്കാൾ വളരെ ഗുണപ്രദമാണ് നമ്മൾ ഓർഗനൈസ്ഡ് ആയി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ ശ്രദ്ധയോടുകൂടി വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ചാനൽ ഗ്രോത്ത് എല്ലാം നേടിയെടുക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും മിസ്സാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.